കോൺഗ്രസിന് ഒരു പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ക്ഷീണമുണ്ടായിട്ടുണ്ടോ? ജനങ്ങൾ ഒറ്റക്കെട്ടായി അവർക്കൊപ്പം നിൽക്കുന്നില്ലേ? ആ രീതിയിലുള്ള ആവേശമില്ലേ പ്രചാരണ രംഗത്ത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വസന്ത് തെങ്ങുംപള്ളി മറുപടി പറഞ്ഞിട്ട് വേണം എനിക്ക് ആനന്ദ് കൊച്ചുകൂടിയിലേക്ക് പോവാൻ. അല്ല, എനിക്ക് 2-3 കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്, സമയമുണ്ടല്ലോ അല്ലെ. ഒന്ന്, ഇവർ പറയുന്നത്, സിന്ധുമോൾ പറയുന്നത് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. കൂച്ചു വിലങ്ങിട്ടിരിക്കുകയാണ്, പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ബൈറ്റ് വേണോ? ഞാൻ അയച്ചുതരാം. എന്നിട്ട് ഒടുക്കം ഇപ്പൊ സീറ്റ് കിട്ടിയപ്പോ അവരത് വിഴുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ചില സ്ത്രീകളുണ്ടല്ലോ, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അടുക്കളയിൽ പാത്രം കഴുകിയാൽ മതി എന്നാണ് ചില നേതാക്കളുടെ വിചാരം എന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാ. വേദിയിൽ നിങ്ങളുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, സമാന ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, അങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മുടെ പത്മജ വേണുഗോപാലിനെയും പത്മിനി തോമസിനെ ഒന്നും കോൺഗ്രസിന് വേണ്ടായിരുന്നെന്നോ കോൺഗ്രസ് ഒരു മൂലയിൽ ഇട്ടിരുന്നോ എന്നോ അല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന വടവൃക്ഷത്തിന്റെ അവസാനത്തെ നീര് ഊറ്റി കുടിച്ച് വണ്ണം വെച്ച് പൊണ്ണിച്ച് ഒടുക്കം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരനായി കൊടി പിടിക്കുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരെ വഞ്ചിച്ചവർ മറുകണ്ഠം ചാടി എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരെ ഒരു മൂലക്കിട്ടിരുന്നല്ല. അങ്ങനെ മൂലക്കിട്ടിരുന്നെങ്കിൽ പത്മജ വേണുഗോപാലിന് കോൺഗ്രസിന്റെ പരമോന്നതാധികാര സമിതിയായ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗത്വം കിട്ടിയില്ലോ. അവർക്ക് 4 തവണ നിയമസഭയിലും പാർലമെന്റിലും സീറ്റ് കൊടുത്തില്ലേ? 2004 വരെ കോൺഗ്രസ് ജയിച്ചിരുന്ന സീറ്റിൽ അവർ പോയി തോക്കുന്നത് ഞങ്ങളുടെ കുറ്റമാണോ? അവിടെ ഞങ്ങൾ അവരെ ജയിപ്പിക്കണമായിരുന്നോ? എങ്ങനെ സാധിക്കുമായിരുന്നു? അവർ തന്നെ തോറ്റുപോയത് ഞങ്ങളുടെ കുറ്റമല്ല. ഒരു കാര്യം, രണ്ടാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ എന്താണ് നമ്മുടെ ഡോക്ടർ സമ്പത്ത് പറയാണ്, നോക്കൂ, കേരളത്തിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ലൈഫ് മിഷനെ പറ്റിയാണ് കേട്ടോ. ഏത് ലൈഫ് മിഷൻ? കേരളം മുഴുവൻ എല്ലാ സാധാരണക്കാർക്കും വീട് കൊടുത്ത ലൈഫ് മിഷൻ. ഇതാ ഡോക്ടർ സമ്പത്ത് ഒന്ന് വായിച്ചു നോക്കണം. അടൂരുകാരൻ ഗോപി 4 മാസം മുമ്പ് എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പാണ്. ലൈഫ് മിഷനിൽ വീട് കിട്ടാത്തതിനാൽ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടവനാണ്. പ്രായപൂർത്തിയായ മകളുടെ മാനം സംരക്ഷിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാത്തതിനാൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് എഴുതി വെച്ച് അടൂരുകാരൻ ഗോപി ആത്മഹത്യ 4 മാസമേ ഉള്ളൂ. ഈ 4 മാസത്തിനിടയ്ക്ക് പിണറായി വിജയൻ 2.0 അവതരിച്ചോ? പഴയ പിണറായി വിജയൻ തന്നെയാണല്ലോ ഇപ്പോഴും ഭരിക്കുന്നത്. 7 വർഷം മുമ്പുള്ള പിണറായി തന്നെയാണല്ലോ ഇപ്പോഴും ഭരിക്കുന്നത്. അതേ പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ, ഉത്തരേന്ത്യയിൽ അല്ല കേട്ടോ, അതേ പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഗോപി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് ലൈഫ് മിഷനിൽ വീട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് മരിക്കേണ്ടി വന്ന കേരളത്തെ പറ്റിയാണ് ഡോക്ടർ സമ്പത്ത് പറയുന്നത്. ഇതാ ഞങ്ങൾ എല്ലാവർക്കും വീട്, അതാണ് ഞങ്ങളുടെ പ്രചരണ ആയുധമെന്ന്. പിന്നെ സിന്ധുമോൾക്കും കൂടി, നിങ്ങൾ പത്മിനി തോമസ് വന്നു, പത്മജ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ പ്രീമിയർ പത്മിനിയും കോൺഗ്രസിലെ പ്രീമിയർ പത്മിനിയും അംബാസിഡറും ഒക്കെ നിങ്ങൾ എടുത്തോന്നേ. ഞങ്ങൾക്ക് ഇവിടെ ബെൻസും BMW ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രചരണത്തിന് ഇറങ്ങും. വിജയം ബെൻസിന്റെ ഒക്കെ ഒപ്പം വന്നത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ അറിയാം. സിന്ധുമോളെ, ചിരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കണം. എനിക്ക് തോന്നുന്നത് പ്രീമിയർ പത്മിനിയാണ് ആദ്യം ഇറങ്ങിയ കാർ എന്നാണ്. അംബാസിഡർ ബാക്കി നിങ്ങൾ പറഞ്ഞ വണ്ടിയൊക്കെ പിന്നീട് വന്നാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് പഴമക്കാരെയൊന്നും വേണ്ടല്ലോ. ശ്രീ കരുണാകരനെ വരെ മൂലക്കിരുത്താൻ ശ്രമിച്ച പാർട്ടിയല്ലേ നിങ്ങൾക്ക് പഴയ ആൾക്കാരെ കാരണന്മാരെയൊന്നും വേണ്ടല്ലോ. നിങ്ങൾക്ക് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാസന്തിയും ലക്ഷ്മിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിന്നെ സോണിയാഗാന്ധിയും, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, അങ്ങനെയാ നിങ്ങൾ പോകണം. എങ്ങനെ നിൽക്കും? ഞാൻ തിരിച്ചെത്താം.